ഗ്ലോബൽ ഹങ്കർ ഡേ അഥവാ പട്ടിണി നിരീക്ഷണ ദിനം. മെയ് 28 ആഗോള പട്ടിണി നിരീക്ഷണ ദിനമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് 21-ാം നൂറ്റാണ്ട് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, അതായത് 21-ാം നൂറ്റാണ്ടിൽ ലോകം നേടിയെടുക്കേണ്ട ഒരു 17 പരമപ്രധാന ലക്ഷ്യങ്ങൾ ചേർന്നതാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. അതിലെ 2ാമത്തെ ഗോൾ ആണ് പട്ടിണി ഇല്ലാതെയാക്കുക. പട്ടിണി ഇല്ലാതെയാക്കുക എന്ന് മാത്രവുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോഷക സമൃദ്ധമായ ആഹാരം ലോകത്ത് സകല ജനങ്ങൾക്കും ലഭ്യമാക്കുക. അങ്ങനെ പോഷക ദാരിദ്ര്യമില്ലാത്ത ആരോഗ്യകരമായ മനുഷ്യജീവനുകൾ ഈ ഭൂമുഖത്തുണ്ടാകണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഹങ്കറിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് അതായത് പാലക്കാട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്പമോഷണം നടത്തിയ മധുവിനെ അടിച്ചു കൊന്ന മലയാളികളാണ്. ആ മലയാളികളുടെ വർഗത്തിൽപ്പെട്ടവരാണ് നാം എന്ന കാര്യം മറക്കരുത്. അതുപോലെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിക്കാനുള്ള അവസരം മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ല. അത്തരം ഒരു സിറ്റുവേഷൻ, അതായത് മോഷ്ടിച്ച ആഹാരം കഴിക്കത്തക്ക ഒരു രീതിയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടെത്തിക്കുന്നത് ആ ജനതയുടെ ഭരണകൂടത്തിന്റെ കഴിവുകേടാണ്. ശക്തമായ ഭരണകൂടമല്ല അവിടെ ഉള്ളത് എന്നതിന്റെ തെളിവാണ്. ഭരണകൂടം ശക്തമല്ലാതിരിക്കുമ്പോൾ പോലും ആ ജനങ്ങൾക്ക് പരസ്പര സാഹോദര്യമുണ്ടെങ്കിൽ, എന്നെ പോലെയാണ് എൻ്റെ അയൽക്കാരൻ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ വിചാരിച്ച് അയൽക്കാരൻ പട്ടിണി ഇല്ലാതെ ഇരിക്കണം എന്ന ധാരണ ഉണ്ടെങ്കിൽ, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതാണ്. ആത്യന്തികമായി ആ സാഹോദര്യത്വമാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ ആ സാഹോദര്യ ചിന്ത എല്ലാവരിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു മതവും പട്ടിണി കിടക്കേണ്ടി വരില്ല. കാരണം അത്രയേറെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ ഒരു പഠനം വന്നത്. ലോകത്ത് വെറുതെ കളയുന്ന ഭക്ഷണം, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇവിടെ തന്നെ പാർട്ടികളും ഒക്കെ നടത്തുമ്പോൾ, വിവാഹ പാർട്ടികൾക്കും ഒക്കെ നടത്തുന്ന സമയത്ത് എന്തുമാത്രം നല്ല ഭക്ഷണമാണ്. അതായത് മൂല്യം കൂടിയ ഭക്ഷണം എന്ന് വെച്ചാൽ വില കൂടിയത് മാത്രമല്ല, പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് കൊണ്ടുവന്ന് വിഴുപ്പ് ഭാണ്ഡമായി കൊണ്ടുവന്ന് കളയേണ്ടി വരുന്നത്. അപ്പോഴും നമുക്കറിയാം മറുപുറത്ത് നിരവധി ആളുകൾ, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയുമായിട്ട് മല്ലടിക്കുന്നുണ്ടെന്ന്, പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് അപ്പോഴും നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകം. അപ്പൊ ഭരണകൂടത്തെ മാത്രമല്ല നാം കുറ്റപ്പെടുത്തേണ്ടത്, നാം ഓരോരുത്തരും ആ കുറ്റപ്പെടുത്തലിന്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അതായത് ഇപ്പോ ഈ 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഓർത്തു പോവുകയാണ്. ആ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഓർക്കുമ്പോൾ അതോടൊപ്പം 2010 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സും ഞാൻ ഓർക്കുകയാണ്. 2010 UPA ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഗ്ലോബൽ ഹങ്കർ, അത് കഴിഞ്ഞ് എല്ലാ വർഷവും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് തയ്യാറാക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ 2010 എടുത്ത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, 2010 42 ആയിരുന്നു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ. 116 പട്ടിണിയുള്ള രാജ്യങ്ങളുടെ ഇൻഡെക്സ് മാത്രമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ തയ്യാറാക്കുന്നത്. പട്ടിണിയുള്ള രാജ്യങ്ങൾ 2010 ആകെ 116 ഉണ്ടായിരുന്നുള്ളൂ. ആ 116 രാജ്യങ്ങളിൽ 42ാമത്തെ സ്ഥാനത്ത്, ഒട്ടും മോശമല്ല, ഇന്ത്യ പട്ടിണി രാജ്യമായിരുന്നു. 42ാം സ്ഥാനത്ത് ഉള്ള പട്ടിണി രാജ്യമായിരുന്നു ഇന്ത്യ. അത് കഴിഞ്ഞ് 2010 കഴിഞ്ഞ് 2020 21, 22, 23, 24 ആയപ്പോൾ 24 കണക്ക് പുറത്ത് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. 23 കണക്കനുസരിച്ച് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 42ാം സ്ഥാനത്ത് നിന്ന് 111ാം സ്ഥാനത്തേക്ക് വീണുപോയി. കുത്തനെ ഒരു വീഴ്ചയായിരുന്നു. അതോ അന്ന് 2010 116 രാജ്യങ്ങളിലെ ഹങ്കർ ഉണ്ടായിരുന്നുള്ളൂ, പട്ടിണി ഉണ്ടായിരുന്നുള്ളൂ, വിശപ്പുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ 2023 ആയപ്പോൾ അത് 125 രാജ്യങ്ങളായിട്ട് വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ 125 രാജ്യങ്ങളായിട്ട് പട്ടിണി? അതായത് അന്ന് 116 ആയിരുന്നു 2010,
പട്ടിണിയുള്ള രാജ്യങ്ങൾ, ഹങ്കറുള്ള രാജ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് 2023 ആയപ്പോഴേക്കും 125 വർദ്ധിച്ചു. അതിന്റെ കാരണം നമുക്ക് നോക്കാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അതായത് ഒരു ആഗോള ഡിപ്രഷൻ ഉണ്ടായി. ഡിപ്രഷൻ അല്ല, ഒരു റിസഷൻ 2009, 8, 9, 10 വർഷങ്ങളിൽ അത് വലിയ സീരിയസ് ആയില്ല. പക്ഷെ അതിനുശേഷം നമുക്കറിയാം, അതായത് ഉക്രൈൻ വാറിന് മുൻപ് തന്നെ എന്താണ് നമ്മുടെ COVID-19 വന്നു. COVID-19 വലിയ ആഗോള ഗുരുതര പ്രശ്നമായിരുന്നു. അതായത് 21ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിരുന്നു 2019 വന്ന COVID-19. അപ്പൊ അതിന്റെ ബാക്കി അതുകൊണ്ട് ആഗോള തലത്തില് ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞു, വിതരണം കുറഞ്ഞു. അതൊന്ന് യുണൈറ്റഡ് നേഷൻസ് തന്നെ വലിയ തോതിൽ ഈ ഹങ്കർ രാജ്യങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നുണ്ട്. അതിനൊക്കെയുള്ള സാധ്യതകൾ കുറഞ്ഞ കാലഘട്ടമായിരുന്നു ഈ കോവിഡിന്റെ കാലം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത കാലം. അത് കഴിഞ്ഞ് കോവിഡിന്റെ കാലവും കഴിഞ്ഞു വന്നപ്പോഴേക്കും കോവിഡ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നു. യുക്രൈൻ യുദ്ധത്തില് ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായിരുന്നു യുക്രൈൻ. ആ യുക്രൈനാണ് യുദ്ധത്തിൽപ്പെട്ടത്. പിന്നെ ഉപരോധം. അപ്പൊ അതൊക്കെ കാരണം റഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആകെപ്പാടെ പ്രശ്ന സംഘടിതമായി. അത് കഴിഞ്ഞ് യുക്രൈൻ വാർ പതുക്കെ ശമിച്ചു തുടങ്ങിയ സമയത്താണ് ഇസ്രായേൽ ഗാസ യുദ്ധം. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തുകളാണ് അന്ന് 2010 116 രാജ്യങ്ങളെ പട്ടിണിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിന്റെ എണ്ണം 125ലേക്ക് വർദ്ധിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ സ്ഥിരം പറയാറുണ്ട് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പട്ടിണി കുറച്ചു എന്ന്. പക്ഷെ അപ്പൊ അദ്ദേഹം ഇതറിയുന്നില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് അന്ന് 42 ആയിരുന്നത് 111ാം റാങ്കിലേക്ക് നമ്മൾ താണു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹങ്കറുള്ള, വിശപ്പുള്ള ഒരുപാട് കൂടുതൽ പേർ, അതിദരിദ്രരായ ഒരുപാട് കൂടുതൽ പേരുണ്ടായിരിക്കുന്നു. അതിന്റെയും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ COVID-19 തൊട്ട് യുക്രൈൻ വാർ തൊട്ടുള്ള എല്ലാ കാരണങ്ങളും തന്നെയാണ് അതിന്റെയും കാരണങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പട്ടിണിയെ സ്മരിക്കുന്നത്. അപ്പൊ വെറുതെ സ്മരിക്കുകയല്ല, അതൊരാഘോഷമല്ല. തീർച്ചയായിട്ടും അതൊരു കണ്ണീരിന്റെ ദിവസമാണ്. ഇപ്പോഴും 125 രാജ്യങ്ങളിൽ അതിദരിദ്രരുണ്ട്. പട്ടിണി അതായത് വിശപ്പ് സഹിച്ച് ഉറങ്ങാൻ പോകുന്നവരുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് എന്നത് നമുക്കൊരു പാഠമാകേണ്ടതാണ്. അതായത് ഞാനപ്പോ ഇവിടെ ഇപ്പൊ ഓർക്കുന്ന ഒരു കാര്യം, ബിൽ ഗേറ്റ്സ് ലോകത്തെ 1ാമത്തെ കോടീശ്വരനായിരിക്കുന്ന അവസരത്തില് ബിൽ ഗേറ്റ്സിനോട് അമേരിക്കയിലെ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങയുടെ ഈ റിച്ചസ് എല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് പാവപ്പെട്ടവർക്ക്, അതായത് ലോകത്തെ എല്ലായിടത്തുമുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുകയാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ? താങ്കളുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലേ എന്നാണ് അവരുദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, നല്ല ജോലിയിലാണ് അവരിയ്ക്കുന്നത്, അവർ വളരെ സുഖമായി ജീവിക്കാനുള്ള തരത്തില് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മുടെ എല്ലാവരുടെയും കണ്ണ്, അതായത് ലോകത്തിലുള്ള എല്ലാ സമ്പന്നരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഈ ദിവസം. ഈ പട്ടിണി പാവങ്ങളെ ഓർമ്മിക്കുന്ന, പട്ടിണിയെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം. കാരണം നമ്മള് വേറെ ഒരുപാട് എനിക്ക് കഥയൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്നത് നിങ്ങളുടെ സമയം എടുത്തു പോകുമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കഥയിലേക്ക് വരുന്നില്ല. എനിക്ക് ഇനിയും ഇതേപ്പറ്റി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ബിൽ ഗേറ്റ്സിനെ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ബിൽ ഗേറ്റ്സ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്ന അതിസമ്പന്നർ നമുക്കറിയാം. വളരെ പെട്ടെന്ന് തന്നെ വലിയ തോതില് സമ്പത്ത് സമാർജിച്ചവർ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവരുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന വലിയ ക്രോർപതികളായിട്ടുള്ള കോർപ്പറേറ്റുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പൊ അവരൊക്കെ
ഈ ബിൽ ഗേറ്റ്സിനെ ഓർക്കുകയാണെങ്കിൽ, ബിൽ ഗേറ്റ്സ് ചെയ്തത് പിന്തുടരുകയാണെങ്കിൽ ലോകത്തെ പട്ടിണി എത്ര വേഗം നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയും എന്നറിയാമോ? അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയാറുണ്ട്, ഇന്ത്യയെ ഒരു 5 ട്രില്യൺ ഇക്കോണമി ആയിട്ട് 2030 ആകുമ്പോഴത്തേക്ക് മാറ്റുമെന്നും. അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് എത്തിയ? ഇപ്പൊ എത്രയാണ് ഇന്ത്യയുടെ GDP എന്നറിയാമോ? 3.71 ട്രില്യൺ ആണ്. ഈ 3.71 ട്രില്യൺ ഡോളറാണ് അദ്ദേഹം പറയുന്ന 5 ട്രില്യൺ ഡോളർ ഇക്കോണമി എന്ന് പറയുമ്പോൾ എത്ര ഡോളറാണ് നമ്മുടെ പെർ ക്യാപിറ്റ ആളോഹരി വരുമാനം ഒരു വർഷത്തെ? $1230 മാത്രമാണ് ഒരു വർഷത്തെ ആളോഹരി വരുമാനം. ഒരു മാസത്തെ അല്ല, ഒരു ദിവസത്തെ അല്ല. കേരളത്തിലെ കൂലി കൊടുക്കുന്നത് ഓർത്തിട്ട് 1400 രൂപ ഒരു ദിവസം കൂലി കൊടുക്കുന്നത് ഓർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു ദിവസത്തെ ആളോഹരി വരുമാനം അല്ല. ഒരു വർഷത്തെ ഇന്ത്യക്കാരന്റെ ആളോഹരി വരുമാനമാണ് 1230-40 രൂപ. കണക്ക് കൂട്ടിയെടുത്ത് നോക്കിയാൽ മതി, അത്രയുമേ. അതുകൊണ്ട് എങ്ങനെ ഇവിടെ പട്ടിണി ഇല്ലാതെ ജീവിക്കാനിരിക്കും? അതുകൊണ്ട് പോലും പട്ടിണി ഇല്ലാതെ ജീവിക്കാനിരിക്കും. അത് ഇന്ത്യയിലെ ഈ എല്ലാവർക്കും ഒരുപോലെ ഇക്വിറ്റബിൾ ആയിട്ടാണ് ഇവിടുത്തെ ധനം പിന്നെ കൊടുത്തിരിക്കുന്നത്, അതായത് വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ. നമ്മൾ അദാനിയുടെ ഓർക്കുക, അംബാനിയുടെ ഓർക്കുക, അതുപോലെ ടാറ്റയുടെ ഓർക്കുക. അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷക്കണക്കിന് കോടികൾ സമ്പത്തുള്ളവരുടെ ഓർക്കുക. അതേ സമയത്ത് താഴെയുള്ള ദരിദ്രൻ, നമ്മുടെ കൊല്ലപ്പെട്ട മധു, ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി അരി മോഷ്ടിച്ചതിന് കൊല്ലപ്പെട്ട മധുവിന്റെ കയ്യിലുള്ള സ്വത്ത് ഓർക്കുക. അങ്ങനെ വലിയ അന്തരമുണ്ട്. അപ്പൊ ഈ അന്തരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, നിങ്ങൾ അദ്ദേഹത്തെ അറിയും, അമർത്യ സെന്നിനാണ് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആ ബുക്ക്. എന്താണെന്ന് നോക്കൂ. ആ ബുക്കിന്റെ പേര് ഡെവലപ്മെന്റ് ഈസ് ഫ്രീഡം, വികസനമാണ് സ്വാതന്ത്ര്യം. ഇതാണ് അദ്ദേഹത്തിന്റെ മോണിമെന്റൽ ബുക്ക്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത മോണിമെന്റൽ ബുക്കാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, അഥവാ വികസനമാണ് സ്വാതന്ത്ര്യം എന്നുള്ള പുസ്തകം. ഇതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? വികസനം ഉണ്ടായാൽ മാത്രം പോരാ, അതായത് GDP വളർന്നാൽ മാത്രം പോരാ. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ GDP ഒരുപക്ഷെ 5 ട്രില്യൺ ഡോളറായി വളർന്നേക്കാം, 10 ട്രില്യൺ ഡോളറായും അത് വളർന്നേക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 144 കോടി 17 ലക്ഷം. ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം. ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് ആ GDP തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? തുല്യമായി വീതിച്ചു കൊടുക്കണ്ട. വലിയ അന്തരമില്ലാതെ, ആർക്കും പട്ടിണിയില്ലാതെ ജീവിക്കാൻ തക്ക രീതിയിലെങ്കിലും വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനു പോലും പറ്റാത്ത തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പട്ടിണി ഇല്ലാതെ ആക്കാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം, റേഷനിങ് 1966 കൊണ്ടുവന്നതാണ്. 1965, 66, 66, 67 വർഷങ്ങൾ പട്ടിണി വർഷങ്ങളായിരുന്നു ഇന്ത്യയില്. വലിയ ഭക്ഷ്യധാന്യ നഷ്ടം, വലിയ വരൾച്ച, അതിന്റെ ശേഷം ഭക്ഷ്യധാന്യം ഇല്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റേഷനിങ് സമ്പ്രദായം കൊണ്ടുവന്നത്. അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അതായത് മെയ്സ്, അതുപോലെ തന്നെ ഗോതമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റേഷൻ ചെറുപയർ, ഇത്തരം സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാൻ വേണ്ടിയാണ് അന്ന് നമ്മൾ റേഷനിങ് സമ്പ്രദായം ഇന്ത്യയിൽ തുടങ്ങുന്നത്. ആ റേഷനിങ് സമ്പ്രദായം നന്നായി നടന്നാൽ തന്നെ, അതായത് ഇപ്പൊ നമുക്ക് 2013 ഭക്ഷ്യസുരക്ഷാ ആക്ടും ഒക്കെ ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് ആവശ്യപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും ഒക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ റേഷൻ ഷോപ്പുകൾ വഴി കൃത്യമായിട്ട് ജനങ്ങളില്, പാവപ്പെട്ടവരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവുകയില്ല. ഇന്ത്യയിൽ പട്ടിണിയോ പോഷകാഹാര ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയുക, 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യം, ഇത്രയും സാധനമാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് ഉറപ്പ് നൽകുന്നത്. 68% ജനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കൊടുത്തിരിക്കണമെന്നാണ് ആവശ്യം വന്നാൽ. അപ്പം തീർച്ചയായിട്ടും ഇവിടെ പോഷക ദാരിദ്ര്യം ഇല്ലാത്ത ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ്
ഇന്ത്യയിൽ തന്നെ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ അതായത് 42 നിന്ന് 111 മൂക്ക് കുത്തി വീണത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഡേ നമ്മൾ നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചങ്കിടിപ്പോടെ നാം കാണേണ്ടത് ഇവിടുത്തെ ഈ ധനത്തിന്റെ കേന്ദ്രീകൃതമാണ്. അതായത് കുറച്ചു പേരുടെ കയ്യിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ വികസനത്തിന്റെ വാല്യൂ മുഴുവനും. അത് എല്ലാവരിലേക്കും എത്തുന്നില്ല. അതെല്ലാവരിലേക്കും എത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ തൊഴിൽ ഉണ്ടാകണം, സൃഷ്ടിക്കപ്പെടണം. ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് 46% കേരളത്തിന്റെ തൊഴിലില്ലായ്മ. ഈ ഓൾ ഇന്ത്യ തലത്തിലും വളരെ ഉയർന്ന തോതിലാണ് തൊഴിലില്ലായ്മ. അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് തൊഴിലില്ലെങ്കിൽ എന്ന് മാത്രമല്ല, കേരളത്തിലെ പോലെ കൂലി മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങും കിട്ടാത്തത് കൊണ്ടാണ് കേരളം ഗൾഫാണ് എന്ന് വിചാരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. 35-40 ലക്ഷം പേര് ഇവിടെ തൊഴിൽ തേടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്? അവരുടെ ന്യായമായ കൂലി അവരുടെ നാട്ടിൽ കിട്ടുന്നില്ല. അവിടെ അവർക്ക് കൃഷിപ്പണിയിലോ മറ്റതുപോലുള്ള പണികളിലോ ഏർപ്പെടാൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് വയറ്റിപ്പിഴപ്പിനുള്ളത് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആരാണ് ഇത് കർശനമാക്കേണ്ടത്? അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന 332 രൂപ പോലും ഒരു ദിവസത്തെ കൂലിക്ക് കൊടുക്കുന്നില്ല എന്ന ഒരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് കേരളത്തിലേക്ക് പോകാം. കാരണം കേരളത്തിൽ ചെന്നാൽ എങ്ങനെയാണ് ഒരു ഏറ്റവും കുറഞ്ഞ ഭക്ഷണം 1200 രൂപയെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. 1200 മുതൽ 1400 വരെ മേടിക്കുന്നവരുണ്ട്. അങ്ങനെ മേടിച്ചുകൊണ്ട് പോകാൻ ഒരു ദിവസം കൂലിയായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഈ ഇൻമൈഗ്രേഷൻ, നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അപ്പോൾ നയങ്ങളിലെ പാളിച്ചകളാണ് ഇതിന്റെ കാരണമാകുന്നത്. പാവപ്പെട്ടവർക്ക് തൊഴിലിന് മാന്യമായ കൂലി കൊടുക്കുന്നില്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000 തന്നെ അവരുടെ ആഗോള കൺവെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്, തൊഴിലിന് മാന്യമായ വേതനം എന്ന് പറഞ്ഞാല് നിലവിലിരിക്കുന്ന ഭക്ഷ്യ വിലക്കയറ്റത്തിനൊക്കെ അനുസൃതമായിട്ട് പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ച് വസ്ത്രം ധരിച്ച് ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ജീവിക്കാനുള്ള അവകാശം, അത് കിട്ടുന്ന തരത്തിലുള്ള വേതനത്തെയാണ് ശരിയായ നല്ല വേതനം, മാന്യമായ വേതനം എന്ന് പറയുന്നത്. അത്തരം വേതനം വളരെ കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ILO. പക്ഷെ അതിൽ ഇന്ത്യയും 2000 ആ കൺവെൻഷനില് ഇന്ത്യ സൈൻ ചെയ്യുന്നത് 2010 ആ കൺവെൻഷനൊക്കെ അവിടെ കിടക്കുകയാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. എത്രയാണ് സാധാരണക്കാരന് കിട്ടുന്ന കൂലി? അത് 330 എങ്കിലും ആയിരുന്നെങ്കിൽ, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി എങ്കിലും ആയിരുന്നെങ്കിൽ അതുപോലും കിട്ടുന്നില്ല പല സംസ്ഥാനങ്ങളിലും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഈ ഹങ്കറിലേക്ക് തലകുത്തി ആൾക്കാർ വീഴുന്നത്. അപ്പൊ അതിനെ പ്രതിഷേധിക്കുന്ന അമർത്യ സെന്നൊക്കെ എത്ര ശക്തമായ രീതിയിൽ താത്വികമായിട്ടും അല്ലാതെയും അദ്ദേഹമൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. അതുപോലെ ഭക്ഷ്യസുരക്ഷാ ആക്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മറ്റൊരു കാര്യമാണ് ആരോഗ്യ സുരക്ഷാ ആക്ടും ഇതുപോലെ കൊണ്ടുവരണമെന്ന്. അത് ഇതുവരെ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗ്ലോബൽ ഹങ്കർ ദിവസം അതാണ് പട്ടിണിയെപ്പറ്റി, ആഗോള പട്ടിണിയെപ്പറ്റി വിലയിരുത്തുന്ന ദിവസം ഓർക്കേണ്ടത് ഇന്ത്യയിൽ ആഗോള പട്ടിണി ഇന്ത്യയിൽ പട്ടിണി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം ആഗോള തലത്തിലുള്ള പോഷകാഹാര ദരിദ്രരായ കുട്ടികളിൽ 53% ഇന്ത്യയിലാണ്. അതും യുണൈറ്റഡ് നേഷൻസിന്റെ കണക്കാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വളരെ ശക്തമായ നടപടികളോടുകൂടി കേന്ദ്രവും സംസ്ഥാനങ്ങളും ശക്തമായ നടപടികളോടുകൂടി മുന്നേറിയാൽ മാത്രമേ അതിദരിദ്രരില്ലാത്ത, പട്ടിണിയില്ലാത്ത രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ പറ്റൂ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, അതായത് പോഷകദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത രാജ്യം ആയി മാറുക എല്ലാ രാജ്യങ്ങളും. അപ്പൊ അതിലേക്ക് മറ്റുള്ളവർ ഓടുമ്പോൾ നാം വളരെ വേഗത്തിൽ ഓടേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല, ഇവിടെ പോപ്പുലേഷൻ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ആഹാരം കിട്ടുന്നവരാക്കി മാറ്റണമെങ്കിൽ വളരെ ശക്തമായ നടപടികളോടുകൂടി നാം മുൻപോട്ട് പോയത്.